ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ഒരു ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ടേമായിട്ട് നോക്കാം. The cost of producing a certain output of a commodity is the sum of all the payment to the factors of production engaged in the production of that commodity. സപ്പോസ് നമ്മളൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരു ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുക. സോ അതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ബുക്ക് എന്നുള്ളത്. സോ ആ ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യും, ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. സോ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കൊടുക്കുന്ന റിട്ടേൺ, റിവാർഡ്സ് ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്തായിരിക്കും? റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ ഈ പേയ്മെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും കൂടി സമ്മിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എല്ലാം കൂടിയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ പേയ്മെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The cost of production of an individual firm operating in a market has an important influence on the market supply of a commodity. That means ഒരു ഇൻഡിവിജ്വൽ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സപ്ലൈ ചെയ്യുന്ന അളവ് മാർക്കറ്റിൻ്റെ ഹോൾ സപ്ലൈ ഓഫ് കമ്മോഡിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും തോറും ഒരു ഫേം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മാർക്കറ്റിലെത്തും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും തോറും ആ പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അത് മാർക്കറ്റ് സപ്ലൈനെയും ലാർജ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സബ് പോയിൻ്റാണ് കോസ്റ്റ് ഫംഗ്ഷൻ. എന്തായിരിക്കും കോസ്റ്റ് ഫംഗ്ഷൻ? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് കോസ്റ്റും അതിൻ്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞു, അപ്പോൾ ബുക്കിനെ പറ്റിയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് ഔട്ട്പുട്ടും കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ബുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എക്സ്പെൻഡിച്ചർ നടത്തി. സോ ആ ഔട്ട്പുട്ടും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എന്താണോ അതിനെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So cost function of a firm is determined by the production function and the prices it pay for its inputs. സോ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 ഫാക്ടറാണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷനും ആൻഡ് ഇൻപുട്ടിനെ കൊടുക്കേണ്ട പ്രൈസുകളെല്ലാം കൂടിയിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് കോസ്റ്റ് ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ഡിറൈവ്ഡ് ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. കാരണം കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ഡിറൈവ്ഡ് ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. ആൻഡ് കോസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ചില ഇൻപുട്സ് ഫിക്സഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൽ 1-2 ഘടകങ്ങൾ ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ റിമൈൻ കോൺസ്റ്റൻറ്റ് ഓവർ എ പീരിയഡ് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ C ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ്, ടി, പി എഫ്, കെ കോൺസ്റ്റൻറ്റ്. സോ അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട്, ടെക്നോളജി, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ്, ഫിക്സഡ് ഫാക്ടേഴ്സ്. സോ അപ്പോൾ ഈ 4 ഘടകങ്ങളെയും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടാണ്, ടി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, പി എഫ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ്, ദാറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസസ്, ആൻഡ് കെ എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടർ. ഇൻ ഷോർട്ട് റൺ സം ഇൻപുട്സ് ആർ കൺസിഡേർഡ് ആസ് ഫിക്സഡ്. സോ ഇൻ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. സോ നമ്മൾ പറഞ്ഞിരിക്കുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻപുട്സ് എല്ലാം തന്നെ വേരിയബിൾ ആണ് ലോങ് റണ്ണിൽ. അപ്പോൾ സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ടി, പി എഫ്. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട്, ടെക്നോളജി, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ്. സോ ഇങ്ങനെയാണ് ഷോർട്ട് റൺ ഡിമാൻഡ് ആൻഡ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും നമ്മൾ എഴുതുന്നത്. ആൻഡ് ഇനി 1-2 കോസ്റ്റുകളെ പറ്റി പഠിക്കാം. ആ കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് യു ഷുഡ് നോ അബൌട്ട് ജസ്റ്റ് വാട്ട് വാസ് ദാറ്റ് കോൺസെപ്റ്റ്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്തായിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ്? ആ ടേമിൽ തന്നെയുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ബൈ ദ ഫേം ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ ബയർ. അതായത്
നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി വന്ന ചിലവും, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആ ഗുഡ്സ് ഓർ സർവീസസ് ബയറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ചിലവ്, അതായത് ട്രാൻസ്പോർട്ട് കോസ്റ്റും. പ്രൊഡക്ഷനും ട്രാൻസ്പോർട്ട് കോസ്റ്റും ഉൾപ്പെടുന്ന കോസ്റ്റ് എന്നതാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഉദാഹരണമാണ് ഫേം ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് വരുന്ന ചിലവ്, വർക്കേഴ്സിന് നൽകുന്ന വേജിൻ്റെ ചിലവ്, ഫ്യൂവൽ, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി വരുന്ന ചിലവുകളെല്ലാം എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് കൺസ്യൂമർ വാണ്ട്സ്. അതായത് നമ്മുടെ കൺസ്യൂമർ വാണ്ട്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടില്ലേ, ആ എഫേർട്ടിന് വേണ്ടി വരുന്ന ചിലവ് എന്താണോ അതിനെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേംസ് ഓരോ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടെക്നിക്സൊക്കെ അഡാപ്റ്റ് ചെയ്യും. സോ അങ്ങനെ ആ ടെക്നിക്സും സ്ട്രാറ്റജീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ചിലവാകുന്നുണ്ടോ അതാണ് സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, അവർക്ക് കൂടുതൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് കൂടുതൽ ഡിമാൻഡ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് കൺസ്യൂമറിൻ്റെ വാണ്ട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേംസ് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേംസ് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനുള്ള ഉദാഹരണമാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഇറ്റ്സ് മെനി ഫോംസ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുക. പത്രത്തിൽ കൊടുക്കുന്നു, ടി വി കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ അതിനെ പറ്റിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് പല മാധ്യമങ്ങളിലൂടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി കാണുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു സെല്ലിംഗ് കോസ്റ്റാണ്. ഫ്രീ സാമ്പിളുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഫ്രീ സാമ്പിളുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യും. സോ അതുവഴി എന്താണ്, കൂടുതൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതും സെല്ലിംഗ് കോസ്റ്റിൽ വരും. അതുപോലെ സാലറീസ് ആൻഡ് അലവൻസസ് ഗിവൺ ടു സെയിൽസ്മാൻസിന് കൂടുതൽ സാലറിയും അലവൻസൊക്കെ കൊടുക്കുക. ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് സെല്ലിംഗ് കോസ്റ്റ്, അതായത് അവരുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോസ്റ്റുകളെല്ലാം തന്നെ സെല്ലിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മണി കോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിന് നോമിനൽ കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. which means money cost to represent the aggregate expenditure of production of the firm or individual. ഒരു ഇൻഡിവിജ്വൽ ഓർ ഫേമിന് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വന്നിട്ടുള്ള അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് മൊത്തമായിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണോ അതിനെയാണ് മണി കോസ്റ്റ് അഥവാ നോമിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന് വേജ് വരുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, റെൻറ്റ്, പ്രോഫിറ്റ് ഫോർ ദ എൻ്റർപ്രൈസസ്, അപ്പോൾ കോസ്റ്റ് ഫോർ റോ മെറ്റീരിയൽസ്, depreciation charges, expense on fuels, insurance charges, transportation cost, advertisement expenditure, ഇതെല്ലാം തന്നെ എന്താണ്, നോമിനൽ കോസ്റ്റ് വരുന്നതാണ്. കാരണം ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറിലാണ് ഈ കോസ്റ്റുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇതിനെ നോമിനൽ കോസ്റ്റ് അല്ലെങ്കിൽ മണി കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ടേം എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇത് രണ്ടും നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് എന്നും അക്കൗണ്ടിങ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ മോണിറ്ററി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഫേം ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. എന്താണ് മോണിറ്ററി എക്സ്പെൻസ്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഒരു ഫേമിനെ നേരിടേണ്ടി വന്നിട്ടുള്ള മോണിറ്ററി എക്സ്പെൻസുകൾ കൺസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്നത് മെയിനായിട്ടും അവർ ഇൻപുട്ട് പർച്ചേസ് ചെയ്യുകയും ഹയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വന്ന ചിലവുകൾ, ആ ചിലവിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് പ്രകാരം ഇപ്പോൾ ഒരു ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ വേണം. ഇതിൽ ലാൻഡ് അയാളുടെ കയ്യിലുണ്ട്. സോ അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ല. ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, അപ്പോൾ ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി ഇല്ലെങ്കിൽ ആ ഫേം ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെല്ലാം പർച്ചേസ് ചെയ്യുകയോ ഹയർ ചെയ്യുകയോ വേണം. അപ്പോൾ ഈ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുകയും ഹയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വന്നിട്ടുള്ള മോണിറ്ററി എക്സ്പെൻസിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓർ ഡയറക്റ്റ് കോസ്റ്റ് ഓർ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായിരിക്കും ഇംപ്ലിസിറ്റ് കോസ്റ്റ്? നമ്മളിപ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ലാൻഡ് എന്ന് പറയുന്നത് ആ ഫേം ഓണറിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ലാൻഡ് ആ ഓണറിൻ്റെ കയ്യിലുണ്ട്. സോ ആ ലാൻഡിന് കൊടുക്കേണ്ട റെൻ്റ് എന്ന് പറയുന്നത് വേറെ ആർക്കും കൊടുക്കണ്ട. സോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ തരം കോസ്റ്റുകളെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെ ഇറ്റ് റെഫേഴ്സ് ടു ദ വാല്യൂ ഓഫ് ഇൻപുട്ട് ഓൺഡ് ബൈ ദ ഫേം
ആൻഡ് യൂസ്ഡ് ബൈ ദ ഫേം ഇൻ ഇറ്റ്സ് ഓൺ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഓൺ പ്രൊഡക്ഷൻ പ്രോസസ്സിന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓൺ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ടുമായിട്ടുള്ള അതിൻ്റെ വാല്യൂവിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലാൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് പ്രൊഡക്ഷൻ്റെ ഇതിൽ 5 ലേബറാണ് പെർ ഡേ ആവശ്യമുള്ളത്. പക്ഷേ 5 ലേബറിന് പകരം 4 ലേബറിനെ പർച്ചേസ് ചെയ്യുകയും ഇല്ലെങ്കിൽ ഹയർ ചെയ്യുകയും ആൻഡ് ബാക്കി 5ാമതായിട്ട് ഈ ഫേം ഓണർ തന്നെ ആ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സെൽഫ് ഓൺഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 5ാമന് കൊടുക്കേണ്ടി വരുന്ന വേജ് അയാൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. സോ ആ വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വേജിനുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് കണക്കാക്കുന്നു. സോ ഇത്രയാണ് ജസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, മണി കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൾസോ നോൺ ആസ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്. സോ എന്താണെന്ന് നോക്കാം. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനി ഗുഡ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ഓൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈഡ് ടു ഒബ്റ്റെയിൻ ദ ഇൻപുട്ട് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്. അതായത് സിമ്പിളാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് ഇൻപുട്ടുകൾ യൂസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എന്നുള്ള ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ വേണ്ട എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈനെയാണ് നമ്മളുടെ അവിടുത്തെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. Thus, the value of next best alternative foregone അല്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയും. അതായത് നമ്മൾ ഒന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് അവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ വേണ്ട എന്ന് പറഞ്ഞ് സാക്രിഫൈസ് ചെയ്യുന്നു. അതിനെയാണ് നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ലാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫാമറിനെ വീറ്റ് ആൻഡ് റൈസ് എയ്തർ വീറ്റ് ഓർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഫാമർ ആ ലാൻഡ് യൂസ് ചെയ്തിട്ട് വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് റൈസ് ആണ്. അപ്പോൾ അവരുടെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ബെസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആണ്. കാരണം റൈസ് വേണ്ടാന്ന് വെച്ചിട്ടാണ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പോൾ വീറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് റൈസ് ആണ്. അതുപോലെ തന്നെ ഒരു ലേബറിനെ അവരുടെ ലേബറിങ് അവർ യൂസ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനും ഓർ റെഫ്രിജറേറ്റർ ഇത് രണ്ടിൽ ഏതെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ലേബറിനെ വാഷിംഗ് മെഷീൻ പ്രൊഡക്ഷനിലേക്ക് എംപ്ലോയ് ചെയ്യുകയും പകരം എന്താണ് റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നു. സോ അങ്ങനെ ഇരിക്കെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാഷിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ വാല്യൂ ആണ്. റെഫ്രിജറേറ്ററാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വൺ ഓഫ് ദ മേജർ പ്രിൻസിപ്പിൾ അപ്പോൺ ദ എക്കണോമിക് തിയറി ഓഫ് കൺസ്ട്രക്റ്റഡ്. എക്കണോമിക് തിയറി ഈസ് കൺസ്ട്രക്റ്റഡ്. അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്കേർസിറ്റി ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഈച്ച് ഇൻപുട്സ് അല്ലെങ്കിൽ ഈച്ച് ഫാക്ടേഴ്സ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസ്. ഓൾട്ടർനേറ്റീവ് യൂസുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കേർസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവിൻ്റെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം എന്ത് സാക്രിഫൈസ് ചെയ്യണം ആൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റിലേറ്റീവ് പ്രൈസ് കണ്ടുപിടിക്കാനും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ആശയം ഹെൽപ്ഫുള്ളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നിലവിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളക്റ്റീവ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് either one tractor or 2 motorcycle can be produced, but so the price of one tractor will be twice than that of a motorcycle. അതായത് നിലവിലെ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഏതർ ഒരു ട്രാക്ടറോ അല്ലെങ്കിൽ 2 മോട്ടോർ സൈക്കിളോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 ട്രാക്ടറുടെ വില എന്ന് പറയുന്നത് ട്വൈസ് ദാൻ ദ മോട്ടോർ സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ ട്രാക്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് എങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ 1 ട്രാക്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് 2 മോട്ടോർ സൈക്കിൾ. സോ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുന്നതിൻ്റെ വാല്യൂവിനെയാണ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഓഫ് എ ഫേംസ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് കോസ്റ്റിൽ ചേഞ്ച് വരാത്ത കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം തുടക്കത്തിൽ ഇംപ്ലൈ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെ എല്ലാം, അതായത് ഇല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, റെൻറ്റ് കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് കോസ്റ്റിൽ യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫിക്സഡ് റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫേം യൂസ് ചെയ്യുമല്ലോ, ആ ഫിക്സഡ് റിസോഴ്സസിന് വേണ്ടി കൊടുക്കുന്ന കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓവർ എ പീരിയഡ് ഓഫ് ടൈമിന്. ഓവർ ഓഫ് പീരിയഡ് അല്ല, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മോർ ഓവർ കോൺസ്റ്റൻ്റ് തന്നെയാണ്. പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും കോസ്റ്റിൽ യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. The total fixed cost will remain at a constant level regardless of output produced per unit of time. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്പുട്ടും ഫിക്സഡ് കോസ്റ്റും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. കാരണം ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസ് കോസ്റ്റിനെ ബാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എക്സ് എന്ന ആക്സിസിൽ ഔട്ട്പുട്ടും വൈ എന്നതിൽ കോസ്റ്റുമാണ് കാണിക്കുന്നത്. സോ ഇതിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നാലും ഇല്ലെങ്കിലും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഹൊറിസോണ്ടൽ ലൈനാണ്, വിച്ച് മീൻസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. സോ ഇതിനുള്ള ഉദാഹരണമാണ് ഇൻട്രസ്റ്റ് കോസ്റ്റിന്, ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണമാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, ഡിപ്രിസിയേഷൻ, മെയിൻ്റനൻസ്, റെൻറ്റ് ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. സോ അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് കോസ്റ്റിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ചേഞ്ച് ആവുകയോ ചെയ്യുന്നതാണെങ്കിൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. Variable cost of a firms are those costs that are varies as output change, and variable cost increases as output increase. That means വേരിയബിൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വേരിയബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ വേരിയബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ചസിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിലും ചേഞ്ച് വരുന്നുണ്ട്. സോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്താണ്, ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ വേരിയബിൾ കോസ്റ്റിലും ചേഞ്ച് വരുന്നുണ്ട്. സോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റും 1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എസ് ഷേപ്ഡ് കർവാണ്. അതിനുള്ള മെയിൻ കാരണം ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന്. എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ആഡ് ചെയ്യും തോറും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിന് ശേഷം ഇൻപുട്ട് വീണ്ടും അഡീഷണൽ ആഡ് ചെയ്യും തോറും ഔട്ട്പുട്ട് കുറഞ്ഞു വരും. സോ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റ് കർവ് ഇൻവേഴ്സ് എസ് ഷേപ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. സോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുന്നവരെയും കോസ്റ്റും ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ആ പോയിൻറ്റിന് ശേഷവും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്താണ്, കോസ്റ്റിൽ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് എസ് ഷേപ്ഡ് കർവ്, കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കർവിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചോളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനും വേരിയബിൾ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എസ് ഷേപ്ഡ് കർവ്. സോ അതിനുള്ള മെയിൻ കാരണം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ആൻഡ് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഷോർട്ട് റൺ കോസ്റ്റ്. ദ ട്രഡീഷണൽ തിയറിയിൽ ടോട്ടൽ കോസ്റ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സം ഓഫ് 2. ദാറ്റ് മീൻസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. അതുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നോക്കാം. ദ ടോട്ടൽ കോസ്റ്റ് of producing any output is defined as the minimum cost that incurred to produce that output. അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള മിനിമം കോസ്റ്റിനെയാണ് അതിൻ്റെ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദാറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് മിനിമം കോസ്റ്റ് ദാറ്റ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ദാറ്റ് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ടി സി കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി സി എന്ന് പറയുന്നത് ടി എഫ് സി പ്ലസ് ടി വി സി ആണ്. അപ്പോൾ ടി സി കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കർവ് ഓഫ് ഇറ്റ്സ് എ സം ഓഫ് ടി വി സി കർവ് ആൻഡ് ടി എഫ് സി കർവ്. അപ്പോൾ ടി സി കർവ് എന്ന് പറയുന്നത് ടി വി സി കർവിൻ്റെ സെയിം ഷേപ്പാണുള്ളത്. നമുക്ക് ഗ്രാഫ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ടി സിയും ടി വി സിയും ഏകദേശം സെയിം ഷേപ്പാണുള്ളത്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ആവും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയായിരിക്കും, കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് ടി സി കർവ് ലൈസ് എബോവ് ദ ടി വി സി കർവ് by an amount equal to TFC at all output levels. Next concept ആണ് average fixed cost. Average fixed cost is fixed cost per unit of output. That means per unit of output യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ അതിനാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എ എഫ് സി ഈസ് ഈക്വൽ ടു ടി എഫ് സി ബൈ ക്യൂ, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്യൂ. എ എഫ് സി ഡിക്ലൈൻ ആസ് ഔട്ട്പുട്ട് ഇൻക്രീസ്. അതാണ് നമുക്ക് ഈ ഗ്രാഫിൽ കാണുന്നത്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും നമ്മൾക്ക് ചിലവാകുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് സെയിം തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ എ എഫ് സി കർവ് എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലാണ് എ എഫ് സി കർവ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും എ എഫ് സി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്താണോ അതിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എ വി സി ഈസ് ഈക്വൽ ടു ടി വി സി ബൈ ക്യൂ. ദാറ്റ് മീൻസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ക്യൂ ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എ വി സി കർവ് ഈസ് യു ഷേപ്ഡ് കർവ്. അതായത് ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അത് അതിൻ്റെ ഒപ്റ്റിമം പോയിന്റിൽ ഔട്ട്പുട്ട് എത്തുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും വരുന്നത്. ടോട്ടൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ആ പോയിന്റിന് ശേഷം, ആ ഒപ്റ്റിമം പോയിന്റിന് ശേഷം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും കോസ്റ്റ് എന്ത് സംഭവിക്കുന്നു? കോസ്റ്റും കൂടിക്കൊണ്ടേ വരുന്നു. അതുകൊണ്ടാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവ് ആണ്. അതിനുള്ള മെയിൻ കാരണം എന്താണ്? ദ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. സോ എ വി സി കർവും യു ഷേപ്പ് ആവാനുള്ള കാരണം ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്നുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ്, ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് എ സി ഓർ എ ടി സി ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എത്രയാണോ അതിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് കോസ്റ്റ് രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ബൈ ക്യൂ, അല്ലെങ്കിൽ എന്താണ് ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ആവറേജ് കോസ്റ്റ് കണ്ടെത്താൻ പറ്റും. ആൻഡ് ആവറേജ് കോസ്റ്റ് കർവ് ഈസ് എ യു ഷേപ്ഡ് കർവ്. ഇവിടെ എന്താണ് ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആണ്. അതിനുള്ള മെയിൻ കാരണം എന്താണ്? സെയിം പറഞ്ഞ പോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഔട്ട്പുട്ട് ഒരു ഒപ്റ്റിമം പോയിൻ്റ് എത്തുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം എത്തുകയും അതിനുശേഷം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് യു ഷേപ്ഡ് കർവ് എന്ന് പറയുന്നത്. എ സി കർവും യു ഷേപ്ഡ് കർവ് ആണ്. അതിനുള്ള മെയിൻ കാരണം ദ ലോ ഓഫ് variable proportion reflect on the AC curve. And next one is marginal cost. Marginal cost is defined as the change in total cost resulting from producing one extra unit of output. അതായത് one extra unit of output പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
എടുക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു അഡീഷണൽ എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് വെച്ചിട്ട് നോക്കുന്ന ആ റേഷ്യോനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വേറൊരു രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഇവിടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് ഓവർ ടൈം ആയതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം പ്രൊഡ്യൂസിങ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ആൻഡ് MC curve ഓൾസോ എ U-shaped curve. ഇതിനുള്ള മെയിൻ കാരണം എന്താണ്, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ റിഫ്ലക്റ്റ്. സോ ഇതിൻ്റെ ഒപ്റ്റിമം പോയിന്റ് സിംഗിൾ പോയിന്റിൽ എത്തുമ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും കോസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അതിനെ ദാറ്റ് മീൻസ് ഫോളിങ് യൂണിറ്റ് കോസ്റ്റ്, അതായത് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഒരു ഒപ്റ്റിമം പോയിന്റിൽ ഔട്ട്പുട്ട് എത്തുന്ന സമയത്ത് SAC ഇതിൻ്റെ മിനിമം പോയിന്റിൽ എത്തുന്നുണ്ട്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം പോയിന്റിൽ എത്തുന്നുണ്ട്. അതിനുശേഷം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ മിനിമം പോയിന്റ് ഓഫ് SMC-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC. ഈ ഗ്രാഫ് നമുക്ക് നോക്കിയാൽ അറിയാം, AC കർവും MC കർവും U-shaped ആണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം റിഫ്ലക്ഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് AC ഡിക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസ്. എന്താണ്, MC-യിൽ അതുപോലെ തന്നെയാണ്. MC ഡിക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസ്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും AC കർവ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ MC ഈസ് ലെസ് ദാൻ AC. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് AC ഈസ് ഇൻക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും ഒരു ഒപ്റ്റിമം പോയിന്റിന് ശേഷം AC-യും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, MC ഈസ് ഗ്രേറ്റർ ദാൻ AC. ആൻഡ് ഒപ്റ്റിമം പോയിന്റിൽ MC ഈസ് ഈക്വൽ ടു AC വെൻ AC ഈസ് അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ്. ഒരു ഒപ്റ്റിമം പോയിന്റിൽ എത്തുമ്പോഴാണ് MC-യും AC-യും ഈക്വൽ ആവുന്ന പോയിന്റ്. അതായത് ലോവസ്റ്റ് പോയിന്റ് ഓഫ് അതായത് SMC-ൻ്റെയും SAC-യും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ MC ആൻഡ് AC ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റിൽ AC അതിൻ്റെ മിനിമം ലെവലിലായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC. നമ്മളിന്ന് പഠിച്ചത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതിലെന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പഠിച്ചു, കോസ്റ്റ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കി, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് കോസ്റ്റുകളെ പറ്റി പഠിച്ചു. പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, മണി കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ വൺ, അത് ഓർത്താൽ മതി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നുള്ളത്. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഓവർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എസ്-ഷേപ്ഡ് കർവാണ്. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് TFC-യും TVC-ൻ്റെയും കൂടി സമ്മാണ്. ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ കർവ് എന്ന് പറയുന്നതും TFC കർവിൻ്റെയും TVC കർവിൻ്റെയും സമ്മായിട്ടാണ് TC കർവ് വരുന്നത്. AFC എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അതിനുള്ള കാരണം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. Average variable cost U-shaped curve because it reflects the law of variable proportion. And average cost also, it's a U-shaped and it's a reflection of law of variable proportion. The marginal cost also U-shaped curve. So ഇത്രയാണ് ഇന്ന് പഠിച്ചത്.